നമസ്കാരം, എന്തെന്ന് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. എന്നും സിമ്പിൾ തന്നെയാണ് കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നമ്മുടെ തക്കാളി സാദവും അതുപോലെ തന്നെ തൈര് സാദവും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലെമൺ റൈസ്, അതായത് നാരങ്ങാ സാദം. അപ്പോൾ നാരങ്ങാ സാദം ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നാരങ്ങാ സാദത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കോളേജ് ഡേയ്സ് ആണ് ഓർമ്മ വരിക. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഡിണ്ടിഗലിലാണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ അറിയാലോ, ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചിട്ടുണ്ടാവുക. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ പുറമേ നിന്ന് കിട്ടുന്ന എന്ത് ഭക്ഷണവും നമുക്ക് അമൃതമാണ്. കാരണം ഹൊറിബിളായിരുന്നു ഹോസ്റ്റലിലത്തെ ഭക്ഷണം. ചില ഭക്ഷണങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഹൊറിബിളായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ പേരാണ് ഓമന. ഓമന ആൻറ്റി ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഹോസ്റ്റലിലോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ചാടിപ്പോവും. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലാണ് ഞങ്ങളുടെ വിനോദം. അപ്പോൾ എൻ്റെ ലോക്കൽ ഗാർഡിയൻ ആണെങ്കിലും ആൻറ്റി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വിഭവസമൃദ്ധമായ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിഷിലൊന്നാണ് നമ്മുടെ സാദം, അതായത് ലെമൺ റൈസ്. എല്ലാം നല്ലതാണ്, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ആൻറ്റിയുടെ ലെമൺ റൈസ് ആണ്. എനിക്ക് അത്രയും ടേസ്റ്റിയുള്ള ലെമൺ റൈസ് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് ഇപ്പോൾ ഞാൻ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും മിക്കവാറും തമിഴ്നാട്ടിൽ പഠിച്ച മിക്കവർക്കും ഈ ഓർമ്മകളൊക്കെ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ കത്തി വെച്ച് കൊല്ലുന്നില്ല നിങ്ങളെ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് എങ്ങനെയാണ് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ലെമൺ റൈസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചോറാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂറായി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് റൈസ് ആണ്, അതായത് നമ്മുടെ പച്ചരി എന്ന് പറയില്ലേ, പച്ചരിയാണ്. നിങ്ങൾക്ക് പച്ചരി ഉപയോഗിക്കാം, അതുപോലെ തന്നെ പൊന്നി റൈസ് ഉപയോഗിക്കാം, സോനാ മസൂരി റൈസ് ഉപയോഗിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ നമ്മുടെ ചോറിന് ഉപയോഗിക്കുന്ന മട്ടരിയും അതുപോലെ തന്നെ ബസ്മതി റൈസൊന്നും ഈ ചോറിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതില്ലെങ്കിൽ മാത്രം ബസ്മതി റൈസൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചോറ് എങ്ങനെ ഞാൻ കുക്ക് ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ 1/2 ഗ്ലാസ് അരിയാണ്. 1/2 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. കുതിർത്തതിന് ശേഷം ഒരിക്കലും നന്നായിട്ട് ഇങ്ങനെ ഞെരടി കഴുകാൻ പാടില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ കുതിർത്തതിന് ശേഷം അരി നന്നായി ഞെരടി വാഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും, നമ്മൾ പൊടിയരി പോലെയായി മാറും. അതുകൊണ്ടാണ് സോക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇതേപോലെ സോക്ക് ചെയ്യുക. അതിനുശേഷം നിറയെ വെള്ളത്തിൽ, കുറച്ചധികം വെള്ളത്തിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഈ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് കുക്കായി കിട്ടി. എന്നിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ച് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. പക്ഷേ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അത് തണുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നെങ്കിൽ ഒട്ടൽ ഉണ്ടാവില്ല ഈ ചോറ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ ചൂടോടുകൂടി നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ചോറ് കുഴഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ റൈസ് ഉണ്ടാക്കാനും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് 1 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കൊത്തി അരിഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അല്പം, ഒരു 1/2 ടീസ്പൂൺ പോലും ഉണ്ടാവില്ല, ഇത് നമ്മുടെ നാരങ്ങയുടെ തൊലി. നാരങ്ങയുടെ തൊലി ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ്, നിർബന്ധമൊന്നുമില്ല, ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല നമ്മുടെ ലെമൺ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ലെമൻ്റെ തൊലി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലെമൻ്റെ തൊലി എടുക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഭാഗിൽ ചെറിയ ഓട്ടകളില്ലേ, അതിൽ കൂടെ നമുക്ക് ഈ ലെമൻ്റെ തൊലി നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. ഈ മുകളിലത്തെ മഞ്ഞത്തൊലി മാത്രം, ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമനാണ്. അപ്പോൾ മേലത്തെ മഞ്ഞ ഭാഗം മാത്രം വരാൻ പാടുള്ളൂ, വെള്ള ഭാഗം വരാൻ പാടില്ല. വെള്ള ഭാഗത്തിന് നല്ല കയ്പ്രസം ഉണ്ടാവും, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നുപരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്. ഇപ്പോൾ ഈ 4 ഐറ്റംസും എല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഒഴിവാക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടണ്ട. ഏതെങ്കിലും ഒന്നുള്ളതെങ്കിൽ ഒന്നിട്ടാലും മതി. പക്ഷേ 4 എണ്ണം ഉണ്ടെങ്കിൽ ആ ക്രഞ്ചിനെസ് കൂടുന്നു മാത്രം. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉപ്പ്, ചെറുനാരങ്ങ നീരൊക്കെയാണ്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നാരങ്ങ സാദം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നാരങ്ങ സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി വെക്കുക. അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ കടായിയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാൻ നല്ലെണ്ണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, പീനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്താൽ നന്നായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒലിവ് ഓയിലും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതായത് എള്ളെണ്ണ. നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കണം. തീ കുറച്ചതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കുറയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്, ഞാനിവിടെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കടലപ്പരിപ്പാണ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ കളർ മാറി തുടങ്ങി, കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ കളറായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറയ്ക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ സിമ്മിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞ് ഇഞ്ചി ആയിരിക്കണം. ഇപ്പോൾ ചിലവർ ഇതിൽ ജീരകം ഇടാറുണ്ട്, നല്ല ജീരകം. ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ജീരകം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ജീരകം കൂടി ഇട്ടോളൂ, ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ കാര്യം ഇടാൻ മറന്നുപോയി. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടി ഇടണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടി ആദ്യം ഇട്ടോളൂ. അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടേക്കുന്നത്. ഇപ്പോൾ കപ്പലണ്ടി ഞാൻ തൊലിയോട് കൂടിയുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുത്ത കപ്പലണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവസാനം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ വറുത്ത അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും വറുക്കാത്തതായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ തീ മെയിൻറ്റെയിൻ ചെയ്യുക, തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൻ്റെ തൊലി വളരെ നൈസാക്കി കിട്ടിയതാണ്, ഓപ്ഷണലായിട്ട് ഞാൻ പറഞ്ഞത്. അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മുടെ ലെമൺ റൈസിന്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 2 നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഈ ലെമൺ റൈസിന് ഒരു മഞ്ഞൾപ്പൊടിയുടെ കുത്ത് വരും. അതുകൊണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് ഓപ്ഷണലാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളി കായത്തിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഒരുപാട് കൂടാൻ പാടില്ല. കായത്തിൻ്റെ ഫ്ലേവർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കയ്പ്പരസം വരും. ഒരു നുള്ളി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന തണുത്തിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നാരങ്ങാനീര് എപ്പോഴും അവസാനം മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നാരങ്ങാനീര് ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്രസം വരും. അതുകൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഈ ചോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് അതിൽ നമുക്ക് ചെറുനാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ കളർ തോന്നുന്നില്ല, പക്ഷെ നല്ല കളറുണ്ട് കേട്ടോ ചോറിന്. അപ്പോൾ ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങാനീരും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ ചൂടാക്കിയപ്പോൾ മാത്രമാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ തീ കുറച്ചു, ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. പിന്നെ കണ്ടിന്യൂസ് കുക്കിംഗ് നമുക്ക് ലോ ഫ്ലെയിമിലാണ്. ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലേവർ തന്നെ മാറിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചൂടോടുകൂടി നമ്മൾ ചോറ് ഇടാൻ പാടില്ല എപ്പോഴും. അപ്പോൾ അത് ആകെപ്പാടങ്ങ് ഒട്ടിപ്പോകും. ഇതെന്ന് വെച്ചാൽ നോക്കി വേറിട്ട് കിടക്കുകയാണ്. അതേസമയം നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല ഈ ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കാസറോളിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചോറിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കാം. എന്നിട്ട്
വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഈ ചോറിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ ലെമൺ ജ്യൂസ് നന്നായി കുക്കായിക്കോളും. അല്ലാതെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് കറക്റ്റാണ്. കാരണം ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വേണം ഈ ലെമൻ്റെ അളവ് തീരുമാനിക്കാം. എനിക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്. ഉപ്പും പുളിയും മധുരം എന്ന് പറഞ്ഞാൽ മധുരം എടുത്ത് അറിയാനൊന്നുമില്ല, നല്ലൊരു നല്ല ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ലെമൻ്റെ തൊലിയുടെയും പിന്നെ എരിവും പക്കയാണ്. 3 പച്ചമുളക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. ഞാനിതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാൻ പോവാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയുള്ള സംഭവം. ഈസി പീസി ആയിട്ട് ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ്. ഞാനൊരു ചെറിയ അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഡയറ്റിലായതുകൊണ്ട് ചോറൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ലെമൺ റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. സിമ്പിളാണ്, അത് സമയം പവർഫുള്ളാണ് കേട്ടോ. കാരണം ഈ ലെമൺ റൈസൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഷസിൽ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ വേറെ ഒന്നും വേണ്ട. ഈവൻ അച്ചാർ പോലും വേണ്ട. കാരണം ഇത് പുളിയും എരിവും എല്ലാം ഈ ഒരു റൈസിനുണ്ട്. അപ്പോൾ അവന് അച്ചാറിൻ്റെ ആവശ്യമില്ല. പപ്പടമോ അല്ലെങ്കിൽ നല്ല നമ്മുടെ ചട്നിയില്ലേ, അതായത് തേങ്ങ ചട്നിയില്ലേ, തേങ്ങ ചട്നി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അല്ലെങ്കിൽ പപ്പടം, അത് മാത്രം മതി നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചിട്ട് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുക്കായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നില്ല. അതാണ് നമ്മളുടെ എപ്പോഴും പലരും എന്നോട് പറയാറുള്ളത് ഈ ലെമൺ റൈസ് ചെയ്യുമ്പോൾ ആകെപ്പാട് ഇങ്ങനെ അലിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ട ഓരോന്നും നമുക്ക് വേർതിരിച്ച് എടുക്കാനും പറ്റും. പക്ഷേ ചോറ് നന്നായിട്ടങ്ങ് കുക്കായിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയില്ല, അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അച്ഛന് വേറെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്തിനാ ഗ്രീൻ ടീ എല്ലാവർക്കും ഭംഗിയുള്ള പോട്ട് സിംഗപ്പൂരാ മലേഷ്യയിലാ മറ്റേ കൊണ്ട് ഹോട്ട് പോട്ട് ഇതല്ലേ ചൂട് വെച്ച് അതിൻ്റെ മഷ്റൂം സ്വീറ്റ് ആൻഡ് സോർ മഷ്റൂം റൈറ്റ്. മഷ്റൂം എല്ലാം ഫംഗസ് വർഗത്തിൽ വിട്ടാണ്. അവിടെ തോപ്പു അത് 3 വെജിറ്റേറിയൻ ഐറ്റംസ്. ചോറ്, ഇതൊരു സാലഡാണ്, നല്ല സ്പൈസി സാലഡാണ്. റാഡിഷും ക്യാരറ്റും മുളകും. അല്ലെങ്കിൽ വേറെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് വീണ മാഡം? ബ്ലാക്ക് ഫംഗസും എരിവ് കുറവായിരുന്നു. സ്പൈസി സോസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. കുക്ക് ചെയ്യേണ്ടി വന്നില്ല അല്ലേ? ഓൾഡ് വുഡ് വില്ലേജിൻ്റെ പുറത്താണ് കാഴ്ചയാണ്. നമ്മളത് ഡ്രാഗൺമാർ 2-ലാണ് കേട്ടോ സംഭവം. ഇവിടെ നല്ല തണുപ്പ് സീസൺ ആയതുകൊണ്ട് പുറത്തിരുന്ന് കഴിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾ ഉള്ളിലിരുന്നിട്ടാണ് കഴിച്ചത്. കഴിഞ്ഞോ പരിപാടി? വരുന്നിറങ്ങോ? അധികം വേസ്റ്റ് ആയില്ല അല്ലേ? ഒരു കോട്ടുണ്ട്, ഒരു 3 പേരുണ്ട്. എന്താ വാങ്ങിക്കാതിരുന്നേ? പോർച്ചുഗലിൽ പോകുമ്പോൾ ഇട്ടുണ്ടല്ലേ? നിങ്ങൾ പോലെ ഫാഷൻ പര്യടനമല്ലല്ലോ ഞാൻ. അല്ല, എടുത്താ സാധനങ്ങളൊക്കെ മിസ് ആയിട്ടില്ലല്ലോ? വെള്ളം എടുത്തു.